അപൂർവ രോഗം തട്ടിയെടുത്ത മക്കൾക്ക് സ്മാരകം പണിയണമെന്നത് കാരയിലെ VM ബാലൻ മാസ്റ്ററുടെ വലിയ സ്വപ്നമായിരുന്നു. ഏറെക്കാലം കൊണ്ടുനടന്ന സ്വപ്നം പൂവണിയുമ്പോൾ അതിന് സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹം ഇന്നില്ല. കാരയിൽ നിർമ്മിച്ച ജയരാജ് ബീന സ്മാരക മൾട്ടി ഫെസിലിറ്റേഷൻ സെന്റർ 16-ന് വൈകുന്നേരം 4-ന് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. മട്ടന്നൂർ കാരയിലെ M ബാലൻ മാസ്റ്ററുടെയും ഭാര്യ ജാനകിയുടെയും മക്കളായ ജയരാജും ബീനയും അപൂർവ രോഗത്തിന് അടിമപ്പെട്ടാണ് മരിച്ചത്. 1993 ഒക്ടോബർ 19-ന് 36-ാമത്തെ വയസ്സിൽ ജയരാജും 2010 ജൂലൈ 29-ന് 36-ാമത്തെ വയസ്സിൽ ബീനയും മരിച്ചു. രണ്ടു മക്കളുടെയും വിയോഗത്തോടെ അവരുടെ സ്മരണയ്ക്കായി എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം ഈ അധ്യാപക ദമ്പതികൾക്കുണ്ടായി. അതിനായി തന്റെ സമ്പാദ്യത്തിൽ ഒരു ഭാഗം നീക്കിവെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. തന്റെ പേരിൽ കാരയിലുള്ള 50 സെന്റ് സ്ഥലം നൽകാനും അവിടെ കെട്ടിടം നിർമ്മിക്കുന്നതിനുള്ള തുക നൽകാനും അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു. അന്നത്തെ നഗരസഭാ വൈസ് ചെയർമാൻ P. പുരുഷോത്തമനുമായി ബാലൻ മാസ്റ്ററുടെ സുഹൃത്തുക്കൾ ബന്ധപ്പെട്ടു. തുടർന്ന് P. പുരുഷോത്തമൻ പ്രസിഡന്റും ഇപ്പോഴത്തെ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത് സെക്രട്ടറിയായും M. ദിവാകരൻ ട്രഷററുമായി ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. 2021 ഓഗസ്റ്റ് 24-ന് 50 സെന്റ് സ്ഥലം ബാലൻ മാസ്റ്റർ ഇവർക്ക് കൈമാറി. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇവിടെ സ്മാരകം നിർമ്മിച്ച് നഗരസഭയ്ക്ക് കൈമാറണമെന്ന ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. കെട്ടിടം നിർമ്മിക്കുന്നതിന് അദ്ദേഹം 65 ലക്ഷം രൂപ കൈമാറുകയും ചെയ്തു. ബാലൻ മാസ്റ്ററുടെ ആഗ്രഹപ്രകാരം തന്നെ പ്ലാൻ തയ്യാറാക്കി നിർമ്മാണം ആരംഭിച്ചു. നിർമ്മാണം ത്വരിതഗതിയിൽ നടക്കുന്നതിനിടയിൽ അസുഖബാധിതനായ ബാലൻ മാസ്റ്റർ 2023 ഏപ്രിൽ 30-ന് മരണപ്പെട്ടു. അതിനിടെ ഇവിടെ അംഗൻവാടി പ്രവർത്തനം തുടങ്ങിയിരുന്നു. ഏതാണ്ട് 2 കോടി രൂപ മൂല്യം വരുന്ന സ്ഥലവും കെട്ടിടവും പൂർത്തീകരിച്ച് ഇതിനകം മട്ടന്നൂർ നഗരസഭയ്ക്ക് കൈമാറി. ഇരുനില കെട്ടിടത്തിൽ ഓഫീസ് മുറി, കിടപ്പുമുറി, അടുക്കള, 100 പേർക്ക് ഇരിക്കാവുന്ന ഹാൾ എന്നിവയുണ്ട്. ജയരാജ് ബീന സ്മാരക മൾട്ടി ഫെസിലിറ്റേഷൻ സെന്റർ 16-ന് വൈകുന്നേരം 4-ന് നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ബാലൻമാഷ് ജീവിക്കുന്ന കാലത്ത് തന്നെ അതിൻ്റെ പണി പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളും ആഗ്രഹിച്ചത്. പക്ഷേ നമ്മുടെ എല്ലാം പ്രതീക്ഷയ്ക്കപ്പുറത്തേക്ക് 2022 മാർച്ച് നടന്നുള്ള ശേഷമാണ് ഉണ്ടായിരുന്നത്. 52 സെന്റ് സ്ഥലവും 65 ലക്ഷം രൂപയും ഇതിൻ്റെ ആവശ്യത്തിനായി ഫസ്റ്റ് മാർച്ചിൽ എത്തിക്കുകയുണ്ടായി. ഏറ്റവും ആധുനികമായ സൗകര്യത്തോടുകൂടിയുള്ള ഒരു മൾട്ടി ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെ പണി പൂർത്തീകരിച്ചു. അതിനകത്ത് താഴത്തെ നിലയിൽ ഒരു ഓഫീസ് റൂമുണ്ട്, ഒരു ബെഡ്റൂമുണ്ട്, കിച്ചൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെ 1-ാം നിലയിൽ ഒരു 100 പേർക്കിരുന്ന് മീറ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്താനും കഴിയാവുന്ന നല്ല സൗകര്യപ്രദമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. മട്ടന്നൂർ നഗരസഭ ജയരാജ് ബീന സ്മാരക മൾട്ടി ഫെസിലിറ്റേഷൻ സെന്ററിൽ വോക്ക് വേ, പൂന്തോട്ടം എന്നിവയുൾപ്പെടെ ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ N. ഷാജിത്ത്, സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ, ജയരാജ് ബീന സ്മാരക ട്രസ്റ്റ് ചെയർമാൻ P. പുരുഷോത്തമൻ, ട്രസ്റ്റ് അംഗം M. ദിവാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.